بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعاه فالله هو اصطفاه يحدو أذكارك. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഇൻഷിഖാഖാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 18 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 19ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് 19ാമത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലതർകബുന്ന തബഖൻ അൻ തബഖ്. അല്ലാഹു തആല അസ്തമയ ശോഭയെ കൊണ്ടും രാത്രിയെ കൊണ്ടും അതുപോലെ തന്നെ രാത്രി ഒരുമിച്ച് കൂട്ടിയ സകല ജന്തു മൃഗാദികളെ കൊണ്ടും പക്ഷി ജന്തു മൃഗാദികളെ കൊണ്ടും അതുപോലെ തന്നെ പരിപൂർണത പ്രാപിച്ച പൗർണമിയായ ചന്ദ്രനെ കൊണ്ടുമൊക്കെ സത്യം ചെയ്ത് പറയാൻ പോകുന്നത് 19ാമത്തെ ആയത്താണ്. എന്താണത്? ലതർകബുന്ന തബഖൻ അൻ തബഖ്. മനുഷ്യരെ, നിങ്ങൾ നിശ്ചയമായും പടിപടിയായി കയറിക്കൊണ്ടിരിക്കും. ലതർകബുന്ന തബഖൻ അൻ തബഖ്, നിശ്ചയം കർമ്മപ്രവൃദ്ധമായി പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഗതികളെ സൂചിപ്പിക്കുകയാണ് അല്ലാഹു തആല. ലതർകബുന്ന, മനുഷ്യരെ നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്, പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. തബഖൻ അൻ തബഖിൻ, പടിപടിയായി, ഓരോ ഘട്ടങ്ങളായി, ഘട്ടം ഘട്ടമായി നിങ്ങൾ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ആത്മപരിശോധന നടത്തണമെന്നാണ് ഇവിടെ അല്ലാഹു തആല ഉത്ബോധിപ്പിക്കുന്നത്. ആദ്യം മനുഷ്യൻ ശൂന്യതയായിരുന്നു, അല്ലെ? മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ വളരെ അത്ഭുതമാണ്. മനുഷ്യൻ ആദ്യം ശൂന്യത, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. ആദ്യം ശൂന്യതയാണ്, പിന്നെ ഇന്ദ്രിയ കടമാണ്, പിന്നെ ഗർഭസ്ഥ ശിശുവാണ്, പിന്നെ കുട്ടിയാണ്, പിന്നെ യുവാവായി, പിന്നെ മധ്യവയസ്കനായി, പിന്നെ വൃദ്ധനായി. ഇങ്ങനെ ക്രമേണ തബഖൻ അൻ തബഖ്, ക്രമേണ വളർന്ന് വികസിക്കുകയാണ് മനുഷ്യൻ. അതാണ് അതിൻ്റെ അർത്ഥം. ലതർകബുന്ന, നിങ്ങൾ വളർന്ന് വികസിക്കുകയാണ്, നിങ്ങൾ പുരോഗതി പ്രാപിക്കുകയാണ്. എങ്ങനെ? ഒറ്റയടിക്കല്ല. തബഖൻ അൻ തബഖിൻ, ക്രമപ്രവൃത്തമായി, ക്രമേണ. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പിന്നീട് വീണ്ടും മനുഷ്യൻ അപ്രത്യക്ഷനാവുകയാണ്, അതായത് മരണപ്പെടുകയാണ്. മേൽവിലാസം തന്നെ, മനുഷ്യൻ്റെ അഡ്രസ്സ് തന്നെ നിശേഷം നശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഘട്ടം ഘട്ടമായുള്ള വളർച്ചകളൊക്കെ ശരിക്ക് ചിന്താശീലനായ വ്യക്തിക്ക് ഒരുപാട് പാഠങ്ങൾ ഇതിൽ ഉൾക്കൊള്ളാനുണ്ട് എന്നും അങ്ങനെ പഠിക്കണമെന്നും ആത്മപരിശോധന നടത്തണമെന്നുമാണ് അല്ലാഹു തആല പറയുന്നത്. ചില പ്രകൃതി വിശേഷണങ്ങൾ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നത് അതാണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസ്തമയ ശോഭയ്ക്ക് ശേഷം രാത്രിയെ പിടിച്ച് സത്യം ചെയ്തു. പകലിൽ പല ഭാഗങ്ങളിലായി വിഹരിച്ചു കൊണ്ടിരിക്കുന്ന പക്ഷിമൃഗാദി ജന്തുക്കൾ രാത്രിയിൽ അവയുടെ കൂടുകളിലും കേന്ദ്രങ്ങളിലും എത്തിച്ചേരുന്നത് സൂചിപ്പിച്ചുകൊണ്ട് വമാ വസഖ് എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. അതിനുശേഷം പൂർണ്ണചന്ദ്രനെ കൊണ്ട് സത്യം ചെയ്തു. സത്യം ചെയ്ത് പറയുന്നത് നിങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പല പതനങ്ങളും പല ഘട്ടങ്ങളും തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ അവസാനം മരണപ്പെട്ടാലോ പിന്നെ ഖബറായി, ഖബറിലെ ജീവിതമായി, പിന്നെ ഉയർത്തെഴുന്നേൽപ്പായി, പിന്നെ വിചാരണയായി, അങ്ങനെ വീണ്ടും മരണത്തിന് ശേഷവും തബഖൻ അൻ തബഖൻ, ഓരോ ഘട്ടങ്ങളെ ഒന്നൊന്നായി തരണം ചെയ്യേണ്ടവനാണ് മനുഷ്യൻ. ചുരുക്കത്തിൽ നിശ്ചലമായ ഒരു അവസ്ഥയല്ല മനുഷ്യനുള്ളത്, ഘട്ടം ഘട്ടമായി മുകളിലേക്ക് അങ്ങനെ പോകുന്ന ഒരവസ്ഥയാണ് മനുഷ്യനുള്ളത്. ഇതൊക്കെ മഹാ അത്ഭുതങ്ങളാണ്. ഒരേ സ്ഥായിയായി ഒരേ അവസ്ഥയിൽ അങ്ങനെ സൃഷ്ടിച്ചു വെച്ചതല്ല മനുഷ്യനെ, അല്ലേ? അനങ്ങാതെ ഒരു പുരോഗതിയുമില്ലാതെ ഒരേ ലെവലിൽ അങ്ങനെയല്ല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. എല്ലാം പടിപടിയായി, ഘട്ടങ്ങളായി, പല ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കേണ്ട വിധത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും തൻ്റെ ഭാവി ഗുണത്തിനായി ഉണർന്നു പ്രവർത്തിക്കുവാൻ അവന് പ്രേരകമായി തീരേണ്ടതുമാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആഖിറത്തിൽ ഗുണം ലഭിക്കാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ, അതിനു വേണ്ടിയാണ് ഈ ഘട്ടങ്ങളെയൊക്കെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തേണ്ടത്. ഓരോ ഘട്ടങ്ങളും മനുഷ്യൻ ചിന്തിച്ച് മനസ്സിലാക്കി ആഖിറം രക്ഷപ്പെടാൻ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇതിൻ്റെ സൂചന. ഓരോ ഘട്ടത്തിലും മനുഷ്യൻ്റെ കൂടെ അല്ലാഹു തആല മലക്കുകളെയും സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ്. മനുഷ്യൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും മലക്കുകളുണ്ടാവും.
ആദ്യം ഒരു മനുഷ്യനെ പടക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ട് ആ പടക്കാൻ പോകുന്ന മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി പറയും, അല്ലേ? അവൻ്റെ ആയുസ്, അവൻ്റെ റിസ്ക്, അതുപോലെ തന്നെ അവൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടി പറയും. അങ്ങനെ ആ മലക്കിൻ്റെ പണി അതോടെ കഴിഞ്ഞു. പിന്നെ അല്ലാഹു തആല മറ്റൊരു മലക്കിനെ ആക്കുകയാണ് ഇവൻ ജനിച്ചതിന് ശേഷം. അതുപോലെ തന്നെ ഇവനെ ശരിക്ക് സംരക്ഷിക്കാൻ അല്ലാഹു തആല മലക്കുകളെ ആക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവൻ്റെ നന്മതിന്മകൾ രേഖപ്പെടുത്താൻ മറ്റൊരു വിഭാഗം മലക്കുകൾ അല്ലാഹു തആല ഏൽപ്പിക്കുകയാണ്. അങ്ങനെ പോയി അവസാനം മരണസമയത്ത് അടുത്താൽ അപ്പോൾ പിന്നെ മലക്കുൽ മൗത്തിനെയും സംഘത്തെയും ഇവൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. മറ്റുള്ള മലക്കുകൾ ഉയർന്നു പോകും. അങ്ങനെ ഖബറിൽ പ്രവേശിച്ചാലോ പിന്നെ മറ്റൊരു വിഭാഗം മലക്കുകൾ ചോദ്യത്തിന് വേണ്ടി വരികയാണ്. പിന്നെ അവിടെ നിന്ന് ഖിയാമത്ത് നാളിലായാലോ ഉയർത്തിയെഴുന്നേൽപ്പിൻ്റെ സമയത്ത് അപ്പോഴും മലായിക്കത്തിൻ്റെ അകമ്പടിയോടെ മഹ്ശറയിലേക്ക് പോകുന്ന ആളുകളുണ്ട്, റഹ്മത്തിൻ്റെ മലക്കുകളോടെ പോകുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ സബാനിയാക്കളായ ശിക്ഷയുടെ മലക്കുകളുടെ കൂടെ മഹ്ശറിലേക്ക് പോകുന്ന ആളുകളുമുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു തആല നമ്മോടൊപ്പം മലക്കുകളെയും കൂടെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് സാന്ദർഭികമായി മനസ്സിലാക്കുക. ഈ മലക്കുകളൊക്കെ നമ്മുടെ കൂടെ ഇത്രയും ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിടാതെ നമ്മുടെ ഒപ്പമുണ്ട് എന്ന വിഷയത്തിലൊക്കെ നമ്മൾ പല ആളുകളും അശ്രദ്ധരാണ്. ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലയിടത്തും ഉണർത്തിയിട്ടുണ്ട്. ഈ ആയത്തൊക്കെ ഓതി
ചിന്തിക്കണം, പാഠം ഉൾക്കൊള്ളണം. അല്ലാഹു തആല സഹായിക്കട്ടെ. ആമീൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാഹു തആല പ്രകൃതി സത്യങ്ങളെ വിളിച്ച് സത്യം ചെയ്ത് മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്നത് നിൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഭാവി നന്മയ്ക്ക് വേണ്ടി നീ ഉപയോഗിക്കണം എന്നാണ്. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെയും സത്യവിശ്വാസം സ്വീകരിക്കാനോ ഖുർആൻ കേൾക്കുമ്പോൾ അതിനെ തലക്കുനിക്കുവാനോ കാഫിര്യങ്ങളായ ആളുകൾ അല്ലെങ്കിൽ നിഷേധികളായ ആളുകൾ തയ്യാറാവുന്നില്ലല്ലോ. ആ ഒരു വിഷയമാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. അവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഖുർആൻ കേൾക്കുമ്പോൾ അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഖുർആനെ തന്നെയും അവർ നിഷേധിക്കുകയാണ്. കേൾക്കുമ്പോൾ അനുസരിക്കുന്നില്ല പോട്ടെ, ഖുർആൻ തന്നെ നിഷേധിക്കുകയാണ്. അല്ലാഹു തആല ഇനി അതാണ് ചോദിക്കുന്നത് 20-ാമത്തെ ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാ ലഹും ലാ യുഅ്മിനൂൻ വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ. ഫമാ ലഹും, എന്നിട്ടും സംഗതി ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തേ ഇവർക്ക് പറ്റിയത്? ലാ യുഅ്മിനൂൻ, ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ. ഫമാ ലഹും, എന്നിരിക്കെ ഇവർക്ക് എന്തായിപ്പോയി? ലാ യുഅ്മിനൂൻ, ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല? വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഇവർ എന്തുകൊണ്ട് സുജൂദ് ചെയ്യുന്നില്ല? വഇദാ ഖുരിഅ അലൈഹിം, അവരുടെ മേൽ ഓതപ്പെട്ടാൽ അൽ ഖുർആനു, ഖുർആൻ ഓതപ്പെട്ടാൽ ലാ യസ്ജുദൂൻ, അവർ സുജൂദ് ചെയ്യുന്നുമില്ല. അല്ലാഹു തആല അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്. ഇത് സജദയുടെ ആയത്താണ്, സുജൂദ് ചെയ്യേണ്ട ആയത്താണ്. നമുക്കറിയാം അല്ലേ, ഖുർആനിൽ 15 സ്ഥലങ്ങളിൽ ഇങ്ങനെ സജദയുടെ സൂറത്തുണ്ട്. ഈ ആയത്തുകളൊക്കെ, സജദയുടെ ആയത്തുകൾ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഇബ്ലീസിന് ഭയങ്കര ടെൻഷനാണ്. ഇബ്ലീസ് ഇങ്ങനെ പറയത്രേ, നമ്മളിത്തരം സുജൂദുകൾ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി, മനുഷ്യനോട് അല്ലാത്ത സുജൂദ് ചെയ്യാൻ പറഞ്ഞു ഉടനെ അവൻ സുജൂദ് ചെയ്തു, അങ്ങനെ അവനക്ക് സ്വർഗം കിട്ടി. ഞാനോ അമിർത്തു ബി സുജൂദി ഫഅബൈതു ഫലിയന്നാർ, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് നരകവും. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സുജൂദ് ചെയ്യുമ്പോൾ ഇബ്ലീസ് പറഞ്ഞ് ടെൻഷൻ അടിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ആ ടെൻഷൻ അടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ സുജൂദ് ചെയ്യുക, സുജൂദ് നമ്മളോട് ഒഴിവാക്കരുത്. സുജൂദിനെക്കുറിച്ചുള്ള പരാമർശം വരുന്ന ചില പ്രത്യേക ആയത്തുകളെയാണ് സജദയുടെ ആയത്തുകളിൽ നമ്മൾ പറയുന്നത്. ഈ ആയത്തുകൾ പൂർണ്ണമായി ഓതുമ്പോഴോ അതിനെ കേൾക്കുമ്പോഴോ ആണ് തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ളത്. 15 സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ളത്. സൂറത്തുൽ ആറാഫിലെ 206-ാമത്തെ ആയത്ത്, സൂറത്തുൽ റഅദിലെ 15-ാമത്തെ ആയത്ത്, സൂറത്തുൽ നഹ്ലിലെ 49-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇസ്രായിലെ 107-ാമത്തെ ആയത്ത്, സൂറത്തു മറിയമിലെ 58-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹജ്ജിലെ തന്നെ 77-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാനിലെ 60-ാമത്തെ ആയത്ത്, സൂറത്തുൽ നംലിലെ 25-ാമത്തെ ആയത്ത്, സൂറത്തു സജ്ദയിലെ 15-ാമത്തെ ആയത്ത്, സൂറത്ത് സ്വാദിലെ 24-ാമത്തേത്, സൂറത്ത് ഫുസ്വലത്തിലെ 37, സൂറത്തുൽ നജ്മിലെ 63, സൂറത്തുൽ ഇൻഷിഖാഖിലെ 21, സൂറത്തുൽ അലഖിലെ 19. ഇങ്ങനെ 15 സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തായിട്ടുള്ളത്. നിസ്കാരത്തിനും പുറത്തും ഇത് സുന്നത്ത് തന്നെയാണ്. അപ്പോൾ ഇമാമോട് കൂടെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഇമാം സുജൂദ് ചെയ്തില്ലെങ്കിൽ മഅ്മൂം സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മാത്രം സജ്ദയുടെ ആയത്തുകളോ അല്ലെങ്കിൽ അവ അടങ്ങുന്ന സൂറത്തുകളോ നിസ്കാരത്തിൽ ഓതാൻ ഹറാമാണ്, നിസ്കാരത്തിൽ ഓതൽ ഹറാമാണെന്നുവരെ, അങ്ങനെ ഓതിയാൽ നിസ്കാരം ബാത്തിലാകുമെന്നുവരെ നമ്മുടെ ഫുഖഹാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് സുജൂദ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മാത്രം നിസ്കാരത്തിൽ അങ്ങനെ ഓതാൻ പാടില്ല. ബൈ ചാൻസ് ഓതി വരുന്നതിനിടയിൽ ആ ആയത്ത് വന്നാൽ അവിടെ സുജൂദ് ചെയ്യേണ്ടതും ആണ്. എങ്ങനെ അതിൻ്റെ രൂപം? നിസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെയാണ് തിലാവത്തിൻ്റെ സുജൂദ്. ഒരു സുജൂദ് മാത്രമാണ് ഈ തിലാവത്തിന് സുന്നത്തുള്ളത്, ഒരൊറ്റ സുജൂദ് മാത്രം. നിസ്കാരത്തിലാണ് സജദയുടെ ആയത്ത് ഓതിയത് എങ്കിൽ നേരെ സുജൂദിലേക്ക് പോയി ഒരു സുജൂദിലേക്ക് തിരിച്ച് നൃത്തത്തിലേക്ക് തന്നെ വരേണ്ടതും നിസ്കാരം തുടരേണ്ടതും ആണ്. നിസ്കാരത്തിന് പുറത്താണെങ്കിലോ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിസ്കാരത്തിലെ സുജൂദ് പോലെ ഒരു സുജൂദ് ചെയ്യുകയും സലാം വിട്ടുകയും ചെയ്യുക. ഇതാണ് അതിൻ്റെ രൂപം. എന്താണ് ചൊല്ലേണ്ടത്? സാധാരണ പോലെ തസ്ബീഹ് ചൊല്ലാം, സുബ്ഹാന റബ്ബിൽ അഅ്ലാ എന്ന് ചൊല്ലാം. വേറെയും കൂടുതൽ ചൊല്ലാം. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ദിക്ർ വേണമെങ്കിൽ ചൊല്ലാം. അതുപോലെ തന്നെ അല്ലാഹുവേ, ഞാൻ നിനക്ക് സുജൂദ് ചെയ്തു, നിന്നിൽ വിശ്വസിച്ചു, നിനക്ക് ഞാൻ കീഴ്പ്പെട്ടു, എൻ്റെ മുഖം സുജൂദ് ചെയ്തു, ആ മുഖത്ത് സൃഷ്ടിച്ചവന്, അതിനെ രൂപപ്പെടുത്തിയവന്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ മറ്റു ചില ദിക്റുകളും ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് ചൊല്ലാൻ വേണ്ടി.
اللهم اكتب لي بها عندك أجرا والله عني بها وزرا واجعلها لي عندك ذخرا وتقبلها مني كما تقبلتها من عبدك داود. ഇതും തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലാനായി പഠിപ്പിക്കപ്പെട്ട ദിക്റാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഒരു മരത്തിൻ്റെ പിറകിൽ നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ സുജൂദ് ചെയ്യുമ്പോൾ ആ മരവും എൻ്റെ സുജൂദിനൊപ്പം സുജൂദ് ചെയ്തു. ആ മരം സുജൂദ് ചെയ്തപ്പോൾ ആ മരം എന്താണ് പറയുന്നതെന്നറിയോ? സുജൂദിൽ ആ മരം പറയുന്നതായി ഞാൻ കേട്ടു. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഉക്തുബ് ലീ ബിഹാ ഇൻദക അജ്റാ, പഠിച്ചവനെ എനിക്ക് സുജൂദ് കൊണ്ട് ഇനി പ്രതിഫലം രേഖപ്പെടുത്തണേ. വല്ലാഹു അന്നി ബിഹാ വിസ്റ, എൻ്റെ തെറ്റുകൾ അതുകൊണ്ട് പുറത്തു തരണേ. വജ്അൽഹാ ലീ ഇൻദക ദുഖ്റാ, ഈ സുജൂദ് ഒരു ഡെപ്പോസിറ്റായി നീ നിൻ്റെ അടുക്ക് സൂക്ഷിച്ചു വെക്കണേ. വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്, നിൻ്റെ അടിമയായ ദാവൂദ് നബിയിൽ നിന്നും സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് സ്വഹാബി പറഞ്ഞു. ഇതിന് ശേഷം ഇബ്നു ജുറൈജ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സജദയുടെ ആയത്ത് ഓതിയപ്പോൾ തങ്ങൾ സുജൂദ് ചെയ്തു. ആ സുജൂദിൽ ഈ ദുആ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇബ്നു ജുറൈജ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ മരം സുജൂദിൽ പറഞ്ഞ അതേ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം വന്ന് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ആ ദിക്റില്ലേ, ആ ദിക്ർ തങ്ങൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്തപ്പോൾ ചെയ്തു, ആ ദിക്ർ ചൊല്ലി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതും നമുക്ക് ചൊല്ലാം, സാധാരണ ചില ദിക്റുകളും ചൊല്ലാം. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ ഭാഗങ്ങൾ പറയാനുണ്ട്, അടുത്ത ക്ലാസ്സിലാവാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.